ഒരുപാട് ആൾക്കാർ പേരും പ്രശസ്തിയെല്ലാം നഷ്ടപ്പെട്ട് സമ്പത്തൊക്കെ നഷ്ടപ്പെട്ട് പോയിട്ടുള്ളതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ തെക്ക് ഭാഗത്തുള്ള ജലസാന്നിധ്യമാണ്. അത് ഇത്രയും വലിയൊരു പ്രശ്നം എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഫെങ്ഷുയെ പറ്റി പറയുമ്പോൾ വീടിൻ്റെ ഓരോ ദിക്കിലും ഓരോ എലമെൻ്റ് ഉണ്ടെന്നുള്ളതാണ് ഫെങ്ഷുയുടെ തിയറി. അപ്പോൾ അങ്ങനെയാകുമ്പോൾ സൗത്ത് ഭാഗത്ത് വരുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് ഫയർ എലമെൻ്റ് ആണ്. അപ്പോൾ അഗ്നിയാണ്. അപ്പം തെക്ക് ഭാഗത്ത് ഫെങ്ഷു പ്രകാരം അഗ്നി ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ തിയറി. അപ്പോൾ അവിടെ നമ്മൾ വെള്ളം കൊടുക്കൊണ്ട് വെക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വെള്ളം കൊണ്ട് വെക്കുക എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് അവിടെ വെള്ളം വരാം? ഒന്നെന്ന് പറയുന്നത് തെക്ക് വശത്ത് നമുക്ക് ഒരു വാട്ടർ ടാങ്ക് വരാം. അതല്ലെന്നുണ്ടെങ്കിൽ തെക്ക് വശത്ത് ഒരു കുളം വരാം. അല്ലെങ്കിൽ മീനെ വളർത്തുന്ന ഒരു ഇത് നമുക്ക് തെക്ക് ഭാഗത്ത് സ്ഥാപിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ തെക്ക് ഭാഗത്ത് ഒരു അക്വേറിയം വരാം. അതല്ലെങ്കിൽ തെക്ക് ഭാഗത്ത് ഒരു സമ്പ് വരാം. അതുമല്ലെന്നുണ്ടെങ്കിൽ തെക്ക് ഭാഗത്ത് വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി വരാം. തെക്ക് ഭാഗത്ത് കിണർ വരാം. അപ്പോൾ ഇത്തരത്തിൽ ജലത്തിൻ്റെ സാന്നിധ്യം എന്തു തന്നെ ആയാലും അത് അവിടെ നിന്ന് മാറ്റുക തന്നെ വേണം. അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ നമുക്കതിൻ്റെ റെമഡികളായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീടിൻ്റെ 4 ഭാഗങ്ങളിലായിട്ട് പിരമിഡുകൾ സ്ഥാപിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ നമുക്ക് തെക്ക് ഭാഗത്ത് റെഡ് ലൈറ്റ് കൊടുക്കുന്നത്, വീടിൻ്റെ പുറത്ത് തെക്ക് ഭാഗത്ത് നല്ല ഒരു റെഡ് ലൈറ്റ് കൊടുക്കുന്നത് നമുക്കിതിൻ്റെ പരിഹാരമായിട്ട് ചെയ്യാം. അതുപോലെ സ്വീകരണമുറിയുടെ തെക്ക് വശത്ത് നമുക്ക് ഫീനിക്സ് ബേർഡിൻ്റെ ചിത്രം വയ്ക്കാം. ഇതൊക്കെ തെക്ക് ദിക്കിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഇതാണ്. അതുപോലെ തന്നെ തെക്ക് ഭാഗത്ത് നമുക്ക് ശരിക്ക് എന്ത് ചെയ്യാം? പ്ലാന്റുകൾ വയ്ക്കാം. പ്ലാന്റുകൾ വയ്ക്കുന്നതും തെക്ക് ദിക്കിൻ്റെ ദോഷം മാറാനായിട്ട് നല്ലൊരു റെമഡിയായി ഫെങ്ഷുവിൽ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പക്ഷേ ഏറ്റവും നല്ലത് മാറ്റുക തന്നെ വേണം. പിന്നെ അക്വേറിയം ആണെങ്കിൽ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. മാറ്റാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിലാണ് നമ്മളപ്പോൾ അതിന് റെമഡി തേടി പോകുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് കൊണ്ടുവരും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പരമാവധി ഒഴിവാക്കാവുന്നിടത്തോളം നമുക്ക് ഒഴിവാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരമുള്ള റെമഡികൾ ഉപയോഗിച്ച് അതിൻ്റെ ആ ഒരു ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഫെങ്ഷുവിലെ ചില പ്രോഡക്റ്റുകളെ പറ്റിയും അത് എവിടെ എന്ത് തരത്തിലുള്ള എനർജിയാണ് സൃഷ്ടിക്കുന്നത്, എന്ത് കാര്യത്തിനാണ് നമുക്ക് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗം മിസ്സിങ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്കൊരു ലക്കി ബാമ്പു വയ്ക്കാം. അപ്പോൾ ഇതാണ് ലക്കി ബാമ്പു എന്ന് പറയുന്നത്. ഈ ലക്കി ബാമ്പു എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ഒരു പാക്കറ്റിലേക്ക് വന്നിരിക്കുന്ന ലക്കി ബാമ്പു ആണ്. അപ്പോൾ ഇതിൻ്റെ കവർ കളഞ്ഞിട്ട് ഇതിനകത്ത് കുറച്ച് ജെല്ലുണ്ട്. അതൊരു ക്രിസ്റ്റലിൽ ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് ക്രിസ്റ്റൽ സ്റ്റോൺസും കൂടെ ഇട്ടിട്ട് ഒത്തിരി വെള്ളം ഒഴിച്ച് നമുക്കൊരു ബൗളിൽ വെക്കാം. ബൗളിൽ വെക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റി? അടിയിലിരിക്കുന്നത് ക്രിസ്റ്റൽസ് ആണ്. അതിനകത്ത് കുറച്ച് സ്റ്റോണും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ത് പറ്റി? എർത്ത് എനർജിയായി. അതിനകത്തോട്ട് നമ്മൾ എന്തൊഴിക്കുന്നു? വാട്ടർ എനർജി, വെള്ളം കൊടുക്കുന്നു. അപ്പോഴത്തേക്ക് 2 എനർജിയായി. എർത്തുമായി, അത് കഴിഞ്ഞിട്ട് വാട്ടറുമായി. ഈ പ്ലാന്റ് എന്ന് പറയുന്നത് എന്താണ്? വുഡ് എനർജിയാണ്. അപ്പോൾ എത്ര എലമെൻ്റായി? 3 എലമെൻ്റായി. ഇതിനകത്തൊരു റെഡ് റിബൺ ആണ് ഇതിനകത്ത് കെട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഗ്രീൻ റിബൺ കെട്ടി വരുന്നത് അതല്ല നമ്മൾ വെക്കേണ്ടത്, റെഡ് റിബൺ കെട്ടിയതാണ് വെക്കേണ്ടത്. ഇപ്പോൾ റെഡ് റിബൺ വരുന്നു. റെഡ് റിബൺ വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ എന്ത് സംഭവിച്ചു? അത് അപ്പോഴത്തേക്ക് 4 എനർജിയായി. ഇത് 1 ക്രിസ്റ്റലിൻ്റെ എനർജി, 2 വാട്ടറിൻ്റെ എനർജി, 3 വുഡിൻ്റെ എനർജി, 4 റെഡ് ഫയറിൻ്റെ എനർജി. 5ാമത്തെ എനർജി എന്ന് പറയുന്നത് ഈ റിബണിനുള്ളിൽ ഒരു മെറ്റൽ പീസ് ഉണ്ട്. അപ്പം മെറ്റലിൻ്റെ എനർജിയുമായി. അപ്പോൾ ഈ 5 എലമെൻസിൻ്റെ ഒരു തിയറിയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് 5 എലമെൻറ്റ്സ് ഉണ്ടെങ്കിലും ഇതിനകത്ത് ബൂസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഏത് എനർജിയാണ്? വുഡ് എനർജിയാണ്. പക്ഷേ ഈ 5 എലമെൻറ്റ്സിനകത്ത് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ എനർജി മറ്റൊരു പ്ലാന്റ് വെക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ലക്കി ബാമ്പുകൾ വെക്കാം. ഇത് നമുക്ക് എവിടെ വെക്കാം? സ്വീകരണമുറിയുടെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കാം. ഇപ്പോൾ 2 തരത്തിലുള്ള ഗുണമുണ്ടാവും. ഒന്ന്, സ്വീകരണമുറിയുടെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്ത് മെച്ചപ്പെടും. 2, ഈ ഒരു പ്ലാന്റ് വീടിനകത്ത് ഇരിക്കുമ്പോഴത്തേക്കും ആ ഒരു അന്തരീക്ഷത്തിലുണ്ടാകുന്ന നെഗറ്റീവ് എനർജികളെ ഇത് വലിച്ചെടുക്കുകയും ചെയ്യും. ഇപ്പോൾ ഇതിനകത്ത് 1 or 2 തണ്ടുകൾ പട്ടുപോയാൽ അത് പലർക്കും ഒരു സംശയമായിട്ട് നിൽക്കുന്നതാണ്. 1 or 2 തണ്ടുകൾ പട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആ തണ്ടുകളെ എടുത്തു മാറ്റാം. അങ്ങനെ നമ്മൾ മാറ്റി വരുമ്പോൾ 4 തണ്ടുകളായിട്ട് വെക്കരുതെന്ന് ചില മാസ്റ്റേഴ്സ് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് 4 തണ്ടുകൾ ഒഴിവാക്കാം. അങ്ങനെ 4 തണ്ടാവുന്നെങ്കിൽ ഒരു തണ്ട് കൂടെ മാറ്റിക്കൊണ്ട് അതിനെ നമുക്ക് 3 ആക്കിക്കൊണ്ട് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതൊരു എലമെന്റ് ബേസ് ചെയ്ത്. അടുത്ത എലമെന്റ് ബേസ് ചെയ്ത് വന്നാക്കുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ക്രിസ്റ്റൽസ് ആണ്. ഇത് എർത്ത് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സൗത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിൽ എർത്ത് എനർജിയാണ്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ നമുക്ക് ക്രിസ്റ്റൽസ് ഉപയോഗിക്കാം. നമ്മൾ ഈ ക്രിസ്റ്റൽസ് എലമെന്റ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതെപ്പോഴും ഒരു കൺസൾട്ടന്റെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം നമുക്ക് അതൊരു എലമെന്റ് ആണ്, പെട്ടെന്ന് അത് എനർജി ചെയ്യും.
അപ്പോഴത്തേക്ക് അത് നമുക്ക് എത്രത്തോളം അതിൻ്റെ ഫ്ലൈങ് സ്റ്റാറും കൂടെ അതിനെ ഒന്ന് കണക്കാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാവുന്ന മറ്റൊരു സിമ്പിൾസ് എന്ന് പറയുന്നത് സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരുപക്ഷെ ഒരു സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അത് നെഗറ്റീവിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. അതേസമയം എലമെന്റ് ബേസ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് ചെയ്യണം. അടുത്തൊരു എലമെന്റ് ഏതാണ്? ഇപ്പോൾ നമ്മൾ 2 എലമെന്റ് കാണിച്ചു, ഒന്ന് വുഡ് എലമെന്റും കാണിച്ചു, ഒന്ന് എർത്ത് എലമെന്റും കാണിച്ചു. അടുത്ത നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു എനർജി എന്ന് പറയുന്നത് മെറ്റൽ എനർജിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള 6 റോഡ് വിൻഡ് ചെയിമുകൾ നമുക്ക് സ്ഥാപിക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് എന്ത് എനർജിയാണ് നമുക്ക് മെറ്റൽ എനർജിയാണ് തരുന്നത്. ഇത് നമുക്ക് ഏത് ഭാഗത്താണ് ഉപയോഗിക്കാവുന്ന? വീടിന് പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു വിൻഡ് ചെയിൻ തൂക്കിയിടുന്നത് നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാനും ഗൃഹനാഥന് അഭിവൃദ്ധി ഉണ്ടാവാനും നല്ലൊരു ഫംഗ്ഷൻ ടൂളായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇപ്പോൾ നമുക്ക് 3 എലമെന്റുകൾ കാണിച്ചു. ഇനി 2 എലമെന്റുകൾ ഉള്ളത്. ഒന്ന് ഫയർ എലമെന്റ് ആണ്. ഫയർ എലമെന്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് റെഡ് ലൈറ്റ് കൊടുക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ റെഡ് കളേഴ്സ് കൊടുക്കുന്നതും ഫയർ എലമെന്റിനെ പ്രതിനിധീകരിക്കുന്നതാണ്. അടുത്ത 5ാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. അത് നമുക്ക് അക്വേറിയമോ ഫൗണ്ടനോ കൊടുത്തുകൊണ്ട് നമുക്ക് വാട്ടർ എനർജിയും എൻഹാൻസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.